അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. ബഹുമാന്യരായ സഹോദരീ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മെ ബാധിക്കുന്ന മുസീബത്ത്, അതേപോലെ തന്നെ അത് ചെറിയ ശിക്ഷകളായി മാറുന്നത്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ സംസാരിച്ചു കൊണ്ടിരുന്നത്. മുസീബത്ത് എന്ന് പറയുമ്പോൾ നമ്മെ ബാധിക്കുന്ന, മനുഷ്യരായ നമ്മെ ബാധിക്കുന്ന ഒരു ചെറിയ വിഷമം പോലും ഒരു മുസീബത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വളരെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് വിശദീകരിച്ചു തന്നു. ഒരു മുള്ള് കാലിൽ തറക്കുന്നത് പോലും അതൊരു മുസീബത്തായിട്ടാണ് വരുന്നത്. മുസീബത്ത് ഈ ചെറിയ തലം മുതൽക്ക് എത്രയും വലുതായി വരുന്നോ അതൊക്കെയും ഒരു മുസീബത്തായിട്ടാണ്, ദോഷമായി വിഷമമായി നമുക്ക് ബാധിക്കുന്നതൊക്കെയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തുകയാണ്. മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസിൽ നിന്ന് നമുക്കത് ഗ്രഹിക്കാം. മാ മിൻ മുസ്ലിമിൻ യുസീബുഹു അദൻ, ഒരു മുസ്ലിമിനും ഒരു വിഷമവും ബാധിക്കുന്നില്ല. മാ മിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമിനും യുസീബുഹു, ഒരു മുസീബത്ത് വരുന്നില്ല. അവൻ ഒരു വിഷമം മുഖേന. ഷൗക്കത്തുൻ യുഷാക്കുഹ, അതൊരു മുള്ള് തറക്കുന്നതാണെങ്കിൽ പോലും. ഫമാ ഫൗഖഹ, അതിന് മീതെയുള്ള എല്ലാം, അതിനപ്പുറമുള്ളതുമൊക്കെയായ എന്തൊക്കെ മുസീബത്തായി വരുന്നു അതൊക്കെയും. ഇല്ലാ കഫറല്ലാഹു ബിഹാ സയ്യിആതുഹു, അതുകൊണ്ടൊക്കെയും അവന്റെ സയ്യിആത്തുകൾ അവന് മാറ്റിക്കൊടുക്കും, അഥവാ പരിഹരിച്ചു കൊടുക്കും. കഫാറത്താക്കി, പരിഹാരമാക്കിയിട്ടാണത് വരുന്നത്. അവനിൽ വന്ന സയ്യിആത്തിനുള്ള പരിഹാരമാണ് ഈ വരുന്നത്. എന്താണ് സയ്യിആത്തുകൾ എന്ന് നമുക്ക് വിശദീകരിക്കണം. മൊത്തത്തിൽ പാപം എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൽ വന്ന സയ്യിആത്ത്, ഖതീഅത്ത്, ഇസ്മ്, ദംബ്, ദുനൂബ് തുടങ്ങിയ ഒരുപാട് വിവിധങ്ങളായ നാമങ്ങളിൽ അറിയപ്പെടുന്ന മനുഷ്യരിൽ വരുന്ന പാപങ്ങളുടെ രൂപങ്ങൾ, അത് നമുക്ക് കൂടുതൽ വിശദീകരിക്കപ്പെടേണ്ടതാണ്, കൂടുതൽ ബോധ്യപ്പെടണം. അപ്പോൾ മാത്രമേ നമ്മിൽ പരിഹാരമുണ്ടാകൂ, നമ്മുടെ വിഷമങ്ങൾ നീങ്ങിപ്പോവുകയുള്ളൂ. ഇവിടെ പറയുന്ന സയ്യിആത്തുകൾക്കുള്ള പരിഹാരമാണ് ഇത് എന്ന് വ്യക്തമാക്കി തരുന്നു. വഹത്തത് അൻഹു ദുനൂബഹു കമാ തഹത്തു ഷജറതു വറഖഹ, അവന്റെ ദുനൂബുകൾ കൊഴിഞ്ഞു പോകുന്നു, അവനിൽ നിന്നും അത് കൊഴിഞ്ഞു പോകുന്നു, വീണു പോകുന്നു. കമാ തഹത്തു ഷജറതു വറഖഹ, ഒരു മരം ഇല പൊഴിക്കുന്നത് പോലെ, ഇല വീഴ്ത്തുന്നത് പോലെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നതാണ്. ഒരു പാപം ഉള്ളത് കൊണ്ടാണ്, ദുനൂബുള്ളത് കൊണ്ടാണ്, സയ്യിആത്തുള്ളത് കൊണ്ടാണ് ഇത് വരുന്നത്. വളരെ കൃത്യമായി വല്ലാത്ത പ്രതീക്ഷ നൽകുന്ന ഒരു വചനമാണിത്. എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് പരിഹാരം നേടാൻ സാധിക്കും. ഇതെന്തുകൊണ്ടാണെന്ന് അറിയാതിരിക്കുമ്പോൾ മാത്രമാണല്ലോ വല്ലാത്തൊരു വിഷമം, പരിഹാരത്തിന്റെ മാർഗം തേടാൻ പ്രയാസമുണ്ടാകുന്നത്. അപ്പോൾ വല്ലാത്ത ആശ്വാസം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന, വല്ലാതെ ചിന്തിപ്പിക്കേണ്ട ഒരു വചനമാണ് മുത്തഫഖുൻ അലൈഹിയായ ഈ വചനങ്ങളിലൂടെ നമുക്ക് പ്രതീക്ഷ നൽകുന്നത്. ഹദീസുകളിൽ മാത്രമല്ല, വിശുദ്ധ ഖുർആനും ഇത് വളരെ വളരെ കൃത്യമായി, ക്ലിയറായി നമുക്ക് വിവരിച്ചു തരുന്നു. വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നു. വമാ അസാബകും മിൻ മുസീബത്തിൻ, നിങ്ങളെ ബാധിക്കുന്ന ഏതൊരു മുസീബത്തും, മാ അസാബകും മിൻ മുസീബത്തിൻ, നിങ്ങളെ ബാധിക്കുന്ന എന്തൊരു മുസീബത്തുണ്ടോ അതൊക്കെയും ഫബിമാ കസബത് ഐദീകും, അത് നിങ്ങളുടെ കൈകൾ സമ്പാദിച്ചതാണ്, നിങ്ങളുടെ കർമ്മദോഷമാണ്. നിങ്ങളുടെ കർമ്മദോഷം കൊണ്ട് സംഭവിക്കുന്നതാണ് ഏതൊരു മുസീബത്തും. വയാഫു അൻ കസീർ,
എത്രയോ അവൻ വിട്ടുകൊടുക്കുന്നു, മാപ്പ് തരുന്നു. ഇതിനെല്ലാം നിങ്ങൾക്കൊരു ശിക്ഷ വരികയായിരുന്നുവെങ്കിൽ ഭൂമുഖത്ത് ആരും ഉണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തിയിട്ടുണ്ട്. എത്രയോ മാപ്പ് തരികയും വിട്ടു തരികയും ചെയ്യുന്നുണ്ട്. വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർദ്. അള്ളാഹുവിന്റെ വ്യവസ്ഥയെ ഈ ഭൂമിയിൽ മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല, നിങ്ങൾക്കതിന് ശക്തിയില്ല. വമാ അൻതും ബിമുഅ്ജിസീൻ, പരാജയപ്പെടുത്താൻ കഴിയില്ല നിങ്ങൾക്ക്. അള്ളാഹുവിന്റെ ശക്തമായ പരിശുദ്ധമായ ശുദ്ധമായ വ്യവസ്ഥ, ആ വ്യവസ്ഥ മൂലം ഉണ്ടാകുന്നത് മാത്രമാണിത്. അപ്പോൾ നമ്മുടെ വ്യവസ്ഥിതി, നമ്മുടെ മനസ്ഥിതി മാറണം, നമ്മിൽ പരിഹാരമുണ്ടാകണം. എങ്കിൽ മുസീബത്തുകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ്. നമ്മൾ പറയുന്ന ഇതൊക്കെ യാദൃശ്ചികമല്ലേ? ഏതെല്ലാം ഗുരുതരമായ രോഗങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിത്യേന എന്നോണം നാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ഗുരുതര രോഗങ്ങൾ, ആക്സിഡന്റുകൾ, അത്യാഹിതങ്ങൾ, ഇൻസിഡന്റുകൾ, ആകസ്മികമായി സംഭവിക്കുന്നു എന്ന് പറയുന്ന പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങി ഏതൊക്കെയുണ്ടോ, ഈ മുസീബത്തുകളൊക്കെയും വരുന്നതിൻ്റെ ഒരു കാരണം കർമ്മഫലം മാത്രമാണ് എന്നുണർത്തുകയാണ്. ഒന്നുകൂടെ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു, ഒന്നും യാദൃശ്ചികമല്ല. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ്, ഈ ഭൂമിയിൽ വരുന്ന ഏതൊരു മുസീബത്തും, വലാ ഫി അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഏതൊരു മുസീബത്തും, ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ, അത് പുലരുന്നതിനു മുമ്പേ, നബ്റഅഹ, അത് പുലരുന്നതിനു മുമ്പേ തന്നെ ഒരു രേഖയിൽ അള്ളാഹു എഴുതി വെച്ച, രേഖപ്പെടുത്തിയ വ്യവസ്ഥ പ്രകാരം മാത്രമാണ്. വെറുതെ സംഭവിക്കുകയല്ല. അത് സംഭവിക്കുന്നതിന് മുമ്പേ ഇന്നത് കൊണ്ടാണ് നിങ്ങൾക്കിത് സംഭവിക്കുന്നത് എന്നതിൻ്റെ കാരണം അതാണ്. ഈ കാര്യകാരണങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നും യാദൃശ്ചികമല്ല എന്നുണർത്തുകയാണ്. ലികൈലാ തഅസൗ അലാ മാ ഫാതകും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നിരാശപ്പെട്ട് നിൽക്കാനല്ല, പരിഹാരം കണ്ട് മുന്നോട്ട് പോകാനാണ്, പരിഹരിച്ച് വിജയിക്കുവാൻ വേണ്ടിയാണ്. വലാ തഫ്റഹൂ ബിമാ ആതാകുമുല്ലാഹു, അള്ളാഹു നൽകിയതിൽ നിങ്ങൾ മതിമറന്ന് ആഹ്ലാദിക്കാതിരിക്കാനും വിനയപ്പെടാനാണ്, ശുക്രിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെയും അനുഗ്രഹങ്ങളായി വരുന്നുവെങ്കിൽ, അത് നിങ്ങളിൽ ഒരു ദോഷമായി വരുന്നുവെങ്കിൽ, ഇതിനൊക്കെയും കാരണം നിങ്ങൾ നിരാശപ്പെട്ട് നിൽക്കാനല്ല, പരിഹാരമുണ്ട്. കൈലാ തഅസൗ, നിരാശപ്പെടാതിരിക്കാൻ ഒരു വ്യവസ്ഥ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് വിശുദ്ധ ഖുർആൻ. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അള്ളാഹു ദുരഭിമാനികളായ ഒരു ഈഗോക്കാരനെയും ഇഷ്ടപ്പെടുകയില്ല. നമ്മുടെ ഈഗോ ആണ് പ്രശ്നം. എനിക്കെന്താ, എനിക്കത് വരാൻ പറ്റില്ല. ഒരാൾക്ക് സംഭവിച്ചത് അത് അയാൾക്ക് മാത്രം സംഭവിക്കാനുള്ള, എനിക്കങ്ങനെയൊന്നും ഒരു തരം ഈഗോയിസ്റ്റിക്കായി നിൽക്കുന്ന ഈ ഒരാളെയും അള്ളാഹു വിനയപ്പെടാത്ത, പരിഹാരം കണ്ട് മുന്നോട്ടു പോകാത്ത, പരിഹരിച്ച് കാര്യങ്ങൾ തിരുത്താത്ത ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഈ വചനം നമ്മെ സൂറത്ത് ഹദീദിലെ 22-23 വചനങ്ങൾ നമ്മെ ഉണർത്തുകയാണ്. പ്രിയ സഹോദരന്മാരെ, അപ്പോൾ നമ്മിൽ ബാധിക്കുന്ന ഓരോ സംഗതികളും അതിൻ്റെയൊക്കെ പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. 2 കാര്യങ്ങളാണ് ഉണർത്തുന്നത്. ഒന്ന്, ഇങ്ങനെ ഒന്ന് സംഭവിക്കുമ്പോൾ തെറ്റുകൾ തിരുത്തി മടങ്ങണം. നമ്മിൽ വരുന്ന തെറ്റാണ് എന്ന് പറയുമ്പോൾ ആ തെറ്റുകൾ തിരുത്തി മടങ്ങാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തേത്, ഗുണം വരുമ്പോൾ, അനുഗ്രഹങ്ങൾ വരുമ്പോൾ ഷാക്കിറായി മാറണം. ശുക്രിൻ്റെ വിവിധ തലങ്ങൾ ഇൻഷാ അല്ലാഹ് സംസാരിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് മടങ്ങി വരേണ്ടത് എന്നും ദീർഘമായി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അതിനാൽ ഏതൊരു വിഷമവും നീങ്ങിപ്പോകും. ഒരു വിഷമവും സ്ഥായിയല്ല, അതൊരു കാരണത്താൽ സംഭവിക്കുന്നതാണ്. ശാരീരികമായി സംഭവിക്കുന്ന എല്ലാം, മാനസികമായി സംഭവിക്കുന്ന, നമുക്ക് വരുന്ന ദാരിദ്ര്യം തുടങ്ങി എന്തെല്ലാം ഉണ്ടോ എല്ലാത്തിനും പരിഹാരമുണ്ട്.
ഒരൊറ്റ മാർഗമാണുള്ളത്, ഇസ്തിഗ്ഫാറിന്റെ തീരമണയണം. എന്താണ് ഇസ്തിഗ്ഫാർ? എന്താണ് മഗ്ഫിറത്ത് ചോദിക്കൽ? നമുക്കത് കൂടുതൽ വിശദമായി പഠിക്കാനുള്ളതാണ്. ഏതാണെങ്കിലും ഇസ്തിഗ്ഫാറിന്റെ ലോകത്തേക്ക് വരാൻ സാധിക്കണം. 2 സുരക്ഷിത സങ്കേതം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അത് ഉണർത്തുകയാണ്. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും, അല്ലാഹു ശിക്ഷിക്കുകയില്ല, വഅൻത ഫീഹിം, നീ അവരിൽ ഉള്ളപ്പോൾ, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ ഉള്ളപ്പോൾ ശിക്ഷ വരില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ ഉള്ള ഒരു സന്ദർഭത്തിൽ അല്ലാഹു ശിക്ഷ ഇറക്കുകയില്ല. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും, അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല. വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാറിലായിരിക്കുമ്പോൾ. പ്രിയ സഹോദരന്മാരെ, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നവനെ അല്ലാഹു ശിക്ഷിക്കുകയില്ല. അവൻ വന്നത് നീങ്ങിപ്പോകും, വരാനുള്ളത് വരില്ല. അല്ലാഹു വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻഫാലിലെ 33-ാമത്തെ വചനമാണ് ഈ സൂചിപ്പിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളപ്പോൾ ശിക്ഷ വരില്ല. അതിനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗശേഷം നമുക്ക് നൽകിയിരിക്കുന്നത് റസൂലുള്ളാഹിക്കുള്ള സലാമും സ്വലാത്തുമാണ്. അത് വിശദമായി സംസാരിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള സ്വലാത്തും സലാമും നമുക്ക് സുരക്ഷിതത്വം നൽകും. അതേപോലെ തന്നെ ഇസ്തിഗ്ഫാർ നമുക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു സങ്കേതമാണ്. എപ്പോഴും ഇസ്തിഗ്ഫാറിലായിരിക്കണം. അതിനാദ്യം മനസ്സിലാക്കേണ്ടത് ഇഗ്തിറാഫു ദുനൂബാണ്. പാപങ്ങളെ നമുക്ക് അംഗീകരിക്കണം. ആദ്യം അത് സമ്മതിക്കണം. എന്നിൽ പാപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, നിരന്തരം എപ്പോഴും പാപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മനുഷ്യൻ എന്നത് തിരിച്ചറിയണം. അവിടെ പരിശുദ്ധി, വലാ തുസക്കു അൻഫുസഹും, നിങ്ങൾ നിങ്ങളെ പരിശുദ്ധരാക്കണ്ട. പാപങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. പാപങ്ങൾ ഏതൊക്കെ തരമെന്ന് നമുക്ക് തുറന്ന് വിശദീകരിക്കാം. ഒരു ഹദീസുൽ ഖുദ്സിയിൽ അല്ലാഹു നമ്മെ ഉണർത്തുകയാണ്. യാ ഇബാദി ഇന്നകും തുഖ്തിഊന വതുദ്രിബൂന ബില്ലൈലി വന്നഹാർ, എന്റെ അടിമകളെ, നിങ്ങൾ രാവിലും പകലിലും ഖതീഅത്തുകളും ദുനൂബുകളും നിങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാവും പകലുമല്ലാത്ത ഏത് സമയമാണുള്ളത്? രാവും പകലും എന്ന് പറയുമ്പോൾ ഓരോ രാവിലും ഓരോ പകലിലും നിങ്ങൾക്ക് ഖതീഅത്ത് വരുന്നുണ്ട്, നിങ്ങളിൽ ദുനൂബ് വരുന്നുണ്ട്. വഅനാഗ്ഫിറുദ്ദുനൂബ ജമീഅൻ, എല്ലാ ദുനൂബുകളും ഞാൻ നിങ്ങൾക്ക് മായ്ച്ചു തരും, പുറത്തു തരും. ഫസ്തഗ്ഫിറൂനി, എന്നോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. അഗ്ഫിറു ലക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഒരു വചനമാണിത്. അപ്പോൾ പാപമോചനത്തിന്റെ മാർഗമാണ്. നിരന്തരം തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മാനസിക തലം തിന്മകൾ നിറഞ്ഞ ഒന്നാണ്. നിരന്തരം തിന്മകൾ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ, അതിശക്തമായി ദോഷങ്ങൾ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സ് ഉണ്ടെന്ന് ആദ്യം ബോധ്യപ്പെടുക. വലഖദ് ഖലഖനൽ ഇൻസാന, നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ മനസ്സ് അവനോട് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് നമുക്കറിയാം. എന്തെല്ലാം ദോഷങ്ങളാണ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം തിന്മകളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കുക. നിരന്തരം മനുഷ്യന്റെ മനസ്സ് ചില ഊഹങ്ങൾ, വെറുതെ ഊഹിക്കുക. ഒരാൾ നടന്നു പോകുമ്പോൾ, രണ്ടാൾ സംസാരിച്ചിരിക്കുമ്പോൾ നമ്മിൽ വരുന്ന ഊഹങ്ങൾ അതായിരിക്കും. എല്ലാം മിക്കവാറും നെഗറ്റീവായിരിക്കും. 90% എല്ലാം മോശമായ ഊഹങ്ങൾ, ചില വിലയിരുത്തലുകൾ. അതുകൊണ്ടാണ്, ഇത് ഇങ്ങനെയാണ്, അതങ്ങനെയാണ്, അവർ അങ്ങനെയാണ്, നിരൂപണങ്ങൾ. ഇതൊക്കെയും അനുഗ്രഹമാണ്, മനസ്സിന്റെ അനുഗ്രഹമാണ്. പക്ഷേ 90%-ത്തിലധികവും ദോഷങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ നിരൂപണങ്ങളും ചർവണം നടത്തി വാക്കുകളെ അതുകൊണ്ടാണ് ഞാൻ വെറുക്കുന്നത്, അതുകൊണ്ടാണ് ഇഷ്ടമില്ലാത്തത്, ഇങ്ങനെയുള്ള നിരൂപണങ്ങൾ, ചില തീരുമാനങ്ങൾ, അതാണില്ലേ ഇത്, അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ. ഒരു നിലക്കും തിരുത്താത്ത, സ്വന്തം കാര്യം സുരക്ഷിതമാണെന്ന്
സ്വന്തത്തെ പരിശുദ്ധനാക്കിക്കൊണ്ടുള്ള ഒരു 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 മനസ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ചില താരതമ്യങ്ങൾ അതങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ. നമുക്കൊരു കുറ്റവുമില്ല, നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണിത്. അതേപോലെ തന്നെ പരാതിപ്പെടൽ, എന്തിനും പരാതി. റബ്ബ് സുബ്ഹാനഹു വ തആല ഇറക്കുന്ന ഓരോ അനുഗ്രഹത്തിന്റെ കാര്യത്തിലും എന്താണ്? ഒരു മഴ പെയ്യുകയാണെങ്കിൽ മഴ പെയ്താലുള്ള പരാതി, മഴയില്ലെങ്കിൽ പരാതി, വെയിലറച്ചാൽ പരാതി, തണുപ്പ് പരാതി, ഇങ്ങനെ തുടങ്ങി എന്തും പരാതിപ്പെടുന്ന ഒരവസ്ഥ. ഇതൊക്കെയും തുടങ്ങി പക, വിദ്വേഷം, അസൂയ, പിടിവാശി, ദൗർബല്യം, ഒന്നിനും കഴിയില്ലാത്തവൻ, എന്നോട് കഴിയില്ല എന്നൊക്കെ തുടങ്ങി അലസത, ഇതൊക്കെ ഗുരുതരമായ അവസ്ഥകളെ മനസ്സിന്റെ ഭാഗത്തു നിന്ന് വരുന്ന പാപങ്ങളാണ്. ഇനി അത് മുഖേന പ്രവർത്തനമായി മാറുന്നതുണ്ട്, കർമ്മങ്ങളിലൂടെ മാറുന്നതുണ്ട്, ചിന്താഗതികളുണ്ട്. ഇങ്ങനെ തുടങ്ങി എത്ര വിവരിച്ചാൽ നമുക്ക് സ്വന്തം തന്നെ ചിന്തിച്ച് ബോധ്യപ്പെടുകയല്ലാതെ യാതൊരു മാർഗവുമില്ല. എല്ലാം ഹൃദയത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുക. ഹൃദയത്തിൽ കുത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നു, കറുത്ത കുത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നു. കറുത്ത കുത്തുകൾ വർദ്ധിച്ച് കറയായി മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അത് ഖസ്വത്തുൽ ഖൽബായി, ഹൃദയ കാഠിന്യമായി മാറുന്നു. പിന്നെ അത് രോഗമായി മാറുന്നു, ഹൃദയ രോഗമായി മാറുന്നു. ഫീ ഖുലൂബിഹിം മറദുൻ, ഹൃദയങ്ങളിൽ രോഗം രൂപപ്പെടുന്നു. അത് ചികിത്സിക്കപ്പെടേണ്ടതാണ്. എങ്ങനെയാണ് ചികിത്സിക്കപ്പെടേണ്ടത്? മനസ്സിന്റെ രോഗങ്ങൾ, മനസ്സിൽ വരുന്ന ഈ രോഗങ്ങൾ, ഹസദ്, അസൂയ, വിദ്വേഷം, പക തുടങ്ങിയെല്ലാം വീണ്ടും 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 നടക്കുന്നതിനാൽ ഹൃദയം കഠിനമായി പോകുന്നു. ദിക്ർ വരാത്തൊരവസ്ഥ വരുന്നു, റബ്ബിനെ മറന്നു പോകുന്നു. അതിനാൽ ഇസ്തിഗ്ഫാറാണ് പരിശുദ്ധി നേടാനുള്ള മാർഗം. അതിനാൽ എല്ലാ ദോഷങ്ങളും നീങ്ങിപ്പോകുന്ന ഒരു മഹാകർമ്മമാണ് ഇസ്തിഗ്ഫാറിന്റെ ലോകം നമുക്ക് വിശദീകരിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല ദീനനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.